ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ചക്കയും ചിക്കൻ കറിയൊക്കെ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടേ, നമ്മൾ വാങ്ങിച്ച ചക്കയാണ് കേട്ടോ. അപ്പോൾ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. മീനൊന്നും ഇപ്പോൾ കിട്ടാനില്ലല്ലോ, കിട്ടിയാൽ തന്നെ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ചിക്കൻ വാങ്ങിച്ചു, പക്ഷേ ചിക്കൻ അപ്പോൾ അതുകൊണ്ട് നല്ല വില കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ച ചക്ക ആയതുകൊണ്ട് ഞാൻ ആദ്യം അരിഞ്ഞിട്ട്, നമ്മുടെ വീട്ടിലൊക്കെ ചക്ക അങ്ങനെ കഴിവാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാവിൽ നിന്നൊക്കെ ഇട്ട് നേരെ വെക്കുന്നതല്ലേ. അപ്പോൾ ഇതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചതുകൊണ്ട് എനിക്ക് കഴിവാതെ വെക്കാൻ അങ്ങോട്ട് മനസ്സ് അനുവദിക്കുന്നില്ല കേട്ടോ. ആദ്യം അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കറിലിടാൻ തുടങ്ങുമായിരുന്നു. ഇട്ടപ്പോഴും ഒരു മനസ്സ് കേട്. പിന്നെ തിരിച്ചെടുത്തിട്ട് ഇതേ രണ്ട് വെള്ളത്തിൽ ഞാൻ കഴുകി കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതല്ലേ, അതുകൊണ്ടാണ് കഴുകിയതേ. അപ്പോൾ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഞാൻ തേങ്ങയൊന്നും തിരുമ്മി വെച്ചില്ലായിരുന്നു. അല്ലെങ്കിൽ കുക്കറിനകത്ത് നമുക്ക് അരപ്പും കൂടി ചേർത്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇളക്കിയെടുത്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തേങ്ങയൊന്നും തിരുമാത്തതുകൊണ്ട് ആദ്യമേ തന്നെ ചക്ക അങ്ങ് വേഗം വെച്ച് കേട്ടോ. ഉപ്പും ഇട്ട് വെള്ളം കുറച്ചേ വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ചക്ക കുറച്ച് കുഴഞ്ഞ രീതിയിലാണ് രജിസ്റ്റേഷനൊക്കെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് വെക്കുന്നത്. കുക്കറിൽ വെക്കുമ്പോൾ തന്നെ നല്ല കുഴഞ്ഞ് കിട്ടിക്കോളും. അങ്ങനെ ഞാൻ ഇന്നലെ തേങ്ങ തിരുമ്മേൻ്റെ കുറച്ച് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അതും കൂടി എടുത്തിട്ട് തേങ്ങയൊക്കെ തിരുമുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ആദ്യമേ ലൈക്ക് അടിക്കാനും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണം കേട്ടോ. നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണം. അഭിപ്രായങ്ങളാണല്ലോ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുന്നത്. അത് ഉറപ്പായിട്ടും ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ ഈ ചക്കയ്ക്കുള്ള അരപ്പൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ചക്കയ്ക്കൊക്കെ പിന്നെ കുറച്ച് തേങ്ങ മതിയല്ലോ. കപ്പയ്ക്കാണല്ലോ നമ്മൾ കൂടുതലും തേങ്ങ കുറച്ചിടും. അല്ലേ, ചക്കയ്ക്കല്ലേ. ചക്കയ്ക്കും കപ്പയ്ക്കും തേങ്ങ വേണമല്ലോ. ചതച്ചെടുത്താൽ മതിയല്ലോ. കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഒന്ന് എടുത്ത് ചതച്ചെടുത്തു. പിന്നെ ചിക്കനെ ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കേട്ടോ. എനിക്കത് എത്ര കഴുകിയാലും ഒരു മനസ്സുകേട് വരും ഈ ബ്ലഡ് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കിന്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ചിക്കൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ കഴുകുമ്പോഴത്തേക്കിന് നല്ലപോലെ ആ ബ്ലഡ് എല്ലാം അങ്ങ് പോകും. പിന്നെ വലിയ കുറച്ച് പീസായിട്ടായിരുന്നു കട്ട് ചെയ്തത് ഞാൻ. അതുകൊണ്ട് അതിനെ എല്ലാം ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി. എത്ര ചെറിയ പീസാക്കിയാലും കാലൊക്കെ അതുപോലെ തന്നെ കിടക്കണം കേട്ടോ. ബാക്കി വലിയ പീസുകളെല്ലാം ഒന്ന് ഞാൻ ചെറുതാക്കിയൊക്കെ എടുത്ത് എല്ലാം ഒന്ന് കഴുകിയൊക്കെ വെച്ച് കേട്ടോ. പിന്നെ ഇന്ന് ചെറിയ ഉള്ളിലാണ് വെക്കുന്നത്. ഞാൻ വെറുതെ രാവിലെ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ചിക്കനും കപ്പയും കൂടി ചെറിയ ഉള്ളിൽ വെച്ചാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും വന്നപ്പോൾ പിന്നെ ചെറിയ ഉള്ളി കൂടി വാങ്ങിച്ചിട്ട് വന്നേ. അപ്പോൾ ചെറിയ ഉള്ളി ഞാനിങ്ങനെ ഇറച്ചിക്കൊക്കെ എടുക്കുമ്പോൾ കുറച്ച് നല്ല ചെറിയ ഉള്ളി ആണെങ്കിൽ ഞാൻ അതിനെ അരിയത്തില്ല, അങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കും. കുറച്ച് വലിയ ഉള്ളി ആണെങ്കിൽ മാത്രം അതിനെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ചിലതിനെ മാത്രം കട്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം അതുപോലെ ഒരു പകുതി സവോളയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ചിക്കനകത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇടുന്നുണ്ട്. ബീഫിനകത്താണ് നമ്മൾ സാധാരണ തേങ്ങാക്കൊത്ത് ഇടുന്നത് കേട്ടോ. അപ്പോൾ പക്ഷേ തേങ്ങാക്കൊത്തൊക്കെ കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റ് അല്ലേ. നമ്മുടെ പത്തനംതിട്ടയിലൊക്കെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടല്ലേ ബീഫൊക്കെ വെക്കുന്നത്. ഇവിടെ അങ്ങനെ ഇടാറില്ല. അപ്പോൾ ഇവിടെയും അവിടെയൊന്നും ചിക്കനകത്ത് അങ്ങനെ ഇടത്തില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് അങ്ങനെ ഇട്ടയാണേ. അങ്ങനത്തെ എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചല്ല അരിഞ്ഞ് വെച്ചിരുന്നതാണേ. അതും ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് പിന്നെ അതേ ഉള്ളി ഇട്ട് കണ്ടോ. ചെറിയ ഉള്ളി അതുപോലെ കിടക്കുന്നത്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ഇപ്പം കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് 2-3 എണ്ണത്തിനെ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ടേ ഉള്ളൂ. അപ്പം അതുകൊണ്ടോ ചക്കതി നല്ല വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ വിസിലേ അടിച്ചിട്ടുള്ളൂ. പിന്നെ അരപ്പും കൂടി ഇട്ട് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ആവിക്ക് വെക്കുന്നുണ്ട്. നമ്മുടെ തേങ്ങയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ചു. ആ സമയത്തേക്ക് ഞാനെല്ലാം വഴറ്റുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് തക്കാളിയും കൂടി അരിഞ്ഞ് ചേർത്തിട്ട് അതിനെ ഇങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് ഇടയിൽ കൂടി ചക്കയും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ കേട്ടോ, ചക്ക ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇവിടെ രജിസ്റ്റേഷനൊക്കെ ഇഷ്ടമേ. നമ്മുടെ അങ്ങോട്ടൊക്കെ ഇതിനെ കറിയെന്നേ പറയത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ കറിയായിട്ടിരുന്നാലും തണുത്ത് കഴിയുമ്പോഴത്തേനും നല്ല കുറുകി വരും കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഞാൻ പണ്ട് നമ്മൾ മറ്റേ ഇതിൽ തിന്നുമല്ലോ, നമ്മുടെ ചക്കയൊക്കെ ഇളക്കുന്ന എന്തുമായിരുന്നു പറയുന്നത്, തുടുപ്പെന്നാണ് പറയുന്നത്. ചക്കയും കപ്പയൊക്കെ ഇളക്കുന്നതിന് നമ്മുടെ വീട്ടിലൊക്കെ തുടുപ്പെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ തവി വെച്ചിട്ടാണ് ഇളക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ തിന്നുമല്ലോ. ഇത് ഇളക്കിയതിന് ശേഷമുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ തിന്നാൻ കേട്ടോ. അപ്പോൾ അതേ ഉള്ളിയൊക്കെ വഴണ്ടതിന് ശേഷം മസാല ചേർത്ത് കൊടുത്തു. ഇന്ന് ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട്. സാധാരണ ഗരം മസാല ഇട്ടേ വെക്കാറുള്ളൂ കേട്ടോ. ഇന്ന് ചിക്കൻ മസാല വാങ്ങിച്ചു. ചിക്കൻ മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഒരു ഗ്രേവി കൂട്ടി കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ഉള്ളി ഇട്ട് വെക്കുന്ന എല്ലാം അടിപൊളി ടേസ്റ്റ് എന്നല്ലേ പറയാറ്. അപ്പം ഞാനൊരു ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും കേട്ടോ. തിളച്ച ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷമാണ് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ചിക്കൻ പിന്നെ ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാണല്ലോ. അപ്പം ഇനി ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ നല്ലപോലെ ഇളക്കി ആവശ്യത്തിന് ഈ സമയത്തൊക്കെ ഉപ്പ് ഇപ്പം നോക്കുന്നില്ല, ഉപ്പ് നേരത്തെ ഇട്ടല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടെന്ന് തോന്നുന്നു ഞാൻ. അങ്ങനെ ഇതെല്ലാം കൂടെ ഇളക്കി അടച്ച് വെച്ചു. അപ്പോൾ ദേ പകുതി തിളച്ചപ്പോഴത്തേക്കിന് ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതവിടെ ഇരുന്ന് വെന്ത് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ആയി. അങ്ങനെ ചിക്കൻ കറിയും ചക്കയും ചോറും ഒക്കെയാണ് ഞങ്ങളുടെ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതുപോലെയൊന്നും വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.